ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടിട്ട് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിലെ കെമിസ്ട്രി പോർഷനാണ്. യൂണിറ്റ് 1 ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് യൂണിറ്റായ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ, നമുക്ക് നോട്ട്സ് ഷെയർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഡൗട്ട്സും ഒക്കെ ക്ലിയർ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സെക്കൻഡ് യൂണിറ്റ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് ബേസിക് കൺസെപ്റ്റ്സ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്, അതായത് ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ ഒക്കെ. പിന്നെ വരുന്നത് ലൂദർഫോർഡ്സ് ഗോൾഫോയിൽ എക്സ്പെരിമെൻ്റ് ആണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ആറ്റം മോഡൽസ് ആണ്. ആറ്റം മോഡൽസിൽ സിലബസിലുള്ളത് റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ, അതുപോലെ തന്നെ ബോർ മോഡൽ, പിന്നെ ഇലക്ട്രോൺ ഷെൽ മോഡൽ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത്രയാണ് ഈ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നമ്മൾ 2 പാർട്ടായിട്ടാണ് ഈ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട്, അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ബേസിക് കൺസെപ്റ്റ്സ് മുതൽ ഈ ബോർ മോഡൽ ഓഫ് ആറ്റം, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് നെക്സ്റ്റ് വീഡിയോയിൽ ഇലക്ട്രോൺ ഷെൽ മോഡൽ, അതുപോലെ സ്റ്റെബിലിറ്റി ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇത് രണ്ടും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആറ്റം നമ്മൾ വളരെ ചെറിയ ക്ലാസ് മുതലേ കേൾക്കുന്നതാണ്. എന്ത്? ആറ്റം, മോളിക്യൂൾ എന്നൊക്കെ അല്ലേ. എന്താണ് ഈ ആറ്റം എന്ന് പറയുന്നത്? നമ്മൾ ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് വളരെ അതിസൂക്ഷ്മമായ കണികകൾ കൊണ്ടാണ്. ഈ അതിസൂക്ഷ്മമായ, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ടുപോലും കാണാൻ പറ്റാത്ത അതിസൂക്ഷ്മമായ കണികേനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. അതായത് ബേസിക് യൂണിറ്റ് ഓഫ് മാറ്റർ, അതാണ് ആറ്റം. ദ വേർഡ് ആറ്റം എവിടെ നിന്നാണ് വന്നത്? ആറ്റം എന്ന് പറഞ്ഞ വാക്ക് വന്നത് ഗ്രീക്ക് വേർഡായ ആറ്റമോസ്. ഈ ആറ്റമോസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ഇൻഡിവിസിബിൾ, അതായത് നമുക്ക് വിഭജിക്കാൻ പറ്റാത്തത്, നമുക്ക് കട്ട് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ ഇൻഡിവിസിബിൾ എന്ന അർത്ഥം വരുന്ന ആറ്റമോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് ആറ്റം എന്ന വാക്ക് ഉത്ഭവിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ആറ്റത്തെ പറ്റിയൊക്കെ പഠനം നടത്തിയെങ്കിലും അവർ വിചാരിച്ചിരുന്നത് എന്താണ്? ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണ്. പക്ഷേ പിന്നീട് നമ്മൾ ശാസ്ത്രം പുരോഗമിച്ചു, ഒരുപാട് പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടന്നു. അതിനുശേഷം നമുക്ക് എന്ത് മനസ്സിലായി? ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കും അല്ലേ. നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റിയൊക്കെ. അപ്പൊ ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കുന്നതാണ്. ആറ്റത്തിന് ഉള്ളിൽ വീണ്ടും അത് എന്താണ്, പാർട്ടിക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ വീണ്ടും ഇലക്ട്രോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട് എന്നൊക്കെ നമ്മൾ വീണ്ടും പഠനത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ആറ്റത്തിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് എന്ത് പറയാം? സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മാറ്റർ ദാറ്റ് പൊസസസ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് എ കെമിക്കൽ എലമെന്റ്. അതായത് ഏത് കെമിക്കൽ എലമെന്റ് എടുത്താലും അതിന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും കാണിക്കുന്ന അതിസൂക്ഷ്മമായ കണികേനെ, അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മോളിക്യൂൾസ് എന്താണെന്ന് നോക്കാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്, ഒന്ന് ക്ഷമിക്കട്ടോ. അപ്പം മോളിക്യൂൾസ് എന്താണ്? ആറ്റംസ് കൂടി ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് 2 or more കെമിക്കലി ബോണ്ടഡ് ആറ്റംസിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. നമുക്ക് മോളിക്യൂൾസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? മോണോ ആറ്റോമിക് മോളിക്യൂൾ, അതായത് ആ ഒരു മോളിക്യൂളിൽ ആകെ ഒരു ആറ്റം മാത്രമേ പ്രസന്റ് ആയിരിക്കുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീലിയം, നിയോൺ. ഇപ്പൊ ഹീലിയം മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹീലിയം ആറ്റം മാത്രമേ ഉള്ളൂ. നിയോൺ മോളിക്യൂൾ എന്ന് പറഞ്ഞാലോ ഒരു നിയോൺ ആറ്റം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നിയോൺ മോളിക്യൂൾ, ഒരു നിയോൺ മോളിക്യൂളിൽ. നെക്സ്റ്റ് ഡൈ ആറ്റോമിക് മോളിക്യൂൾ, അതായത് നമ്മൾ ഒരു മോളിക്യൂൾ എടുത്താൽ അതിൽ 2 ആറ്റം പ്രസന്റ് ആയിരിക്കും. ഈ ഡൈ ആറ്റോമിക് മോളിക്യൂൾസ് തന്നെ എന്താവാം? ഒന്നെങ്കിൽ ഹോമോ ആറ്റോമിക് മോളിക്യൂൾ, അതായത് ഒരേ എലമെന്റിന്റെ തന്നെ 2 ആറ്റം പ്രസന്റ് ആയിരിക്കാം. അല്ലെങ്കിൽ ഹെട്രോ ആറ്റോമിക് മോളിക്യൂൾ, അതായത് 2 വ്യത്യസ്ത എലമെന്റ്സ് കൂടി ചേർന്നിട്ടുണ്ടാകുന്ന മോളിക്യൂൾ, അതാണ് ഹെട്രോ ആറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പം ഡയാറ്റോമിക് മോളിക്യൂൾസിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? H2, N2, O2, അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ്, ഇതൊക്കെയാണ് ഡയാറ്റോമിക് മോളിക്യൂൾസിന് എക്സാമ്പിൾ. അടുത്തതാണ് പോളി ആറ്റോമിക് മോളിക്യൂൾ. പോളി ആറ്റോമിക് മോളിക്യൂൾസിൽ എന്താണ്? 3 or അതിലധികമോ ആറ്റംസ് അല്ലെങ്കിൽ
ആറ്റംസ് പ്രസന്റ് ആയിരിക്കും. എക്സാമ്പിൾ ആണ് P4, അതായത് ഫോസ്ഫറസിന്റെ ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ 4 ഫോസ്ഫറസ് ആറ്റംസ് ഉണ്ടായിരിക്കും. അതുപോലെ സൾഫറിന്റെ S8 ആണ്, അതായത് 8 സൾഫർ ആറ്റം കൂടി ചേരുന്നതാണ് സൾഫറിന്റെ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ ഹെട്രോ ആറ്റോമിക് മോളിക്യൂൾസിലായിട്ടുള്ള എക്സാമ്പിൾ ഏതാണ്? എക്സാമ്പിൾ H2O2, ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെ, ഇതിലൊക്കെ 4 ആറ്റം പ്രസന്റ് ആണ്. അപ്പം ഇതൊക്കെയാണ് മോളിക്യൂൾസിന്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്താണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, വളരെ പണ്ട് എല്ലാ ശാസ്ത്രജ്ഞരും അതുപോലെ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണ്, ആറ്റത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ആറ്റം ഇൻഡിവിസിബിൾ ആണ്. പക്ഷെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് പഠനങ്ങൾക്ക് ശേഷം മനസ്സിലായി ആറ്റത്തിന്റെ ഉള്ളിൽ വീണ്ടും കുറെ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന്. അപ്പം ഈ ആറ്റത്തിന്റെ ഉള്ളിലെ ബാക്കിയുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആറ്റത്തിന്റെ ഉള്ളിലെ മറ്റ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. നമുക്ക് 3 സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആണുള്ളത്. ഏതൊക്കെ? പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും. ഇതിൽ ഈ പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? ആറ്റത്തിന്റെ സെന്ററിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പം ഈ ന്യൂക്ലിയസിൽ ഈ പ്രോട്ടോണും ന്യൂട്രോണും പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ രണ്ടിനെയും നമ്മൾ പറയുന്നതാണ് ന്യൂക്ലിയോൺസ് എന്ന്. ഓക്കെ, ന്യൂക്ലിയസിൽ ഉള്ളതാണ് പ്രോട്ടോണും ന്യൂട്രോണും, അതുകൊണ്ട് ഇതിനെ ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നു. അടുത്തത് ഇലക്ട്രോൺ. ഇലക്ട്രോൺ എവിടെയാണുള്ളത്? ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഉള്ളത്. ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുവാണ് ഇലക്ട്രോൺ ചെയ്യുന്നത്. അപ്പം ഇത് 3 നമുക്ക് പഠിക്കാനുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്. നമുക്കിനി സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ്, ഈ 3 പാർട്ടിക്കിൾസും കണ്ടുപിടിച്ചതാരാണ്? ആരാണ് ഡിസ്കവർ ചെയ്തത്? ഈ പ്രോട്ടോൺ ഡിസ്കവർ ചെയ്തതാണ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചതാകട്ടെ ജെയിംസ് ചാഡ്വിക്. ഇലക്ട്രോൺസോ J.J. തോംസൺ. അപ്പൊ ഇത് 3 പഠിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും തന്നെ എക്സാംസിന് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ലൊക്കേഷൻ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണുള്ളത്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിലാണുള്ളത്. ഇലക്ട്രോൺസോ ന്യൂക്ലിയസിന് ചുറ്റും ഒരു പെർട്ടിക്കുലർ എനർജി ലെവലിൽ റിവോൾവ് ചെയ്യാന്ന് പറഞ്ഞു. ആ എനർജി ലെവലിനെയാണ് നമ്മൾ ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോൺ എവിടെയാണ് പ്രസന്റ്? ഓർബിറ്റൽസിൽ. ഓക്കെ, അടുത്ത ഇതിന്റെ ചാർജ്. പ്രോട്ടോണിന്റെ ചാർജ് ആണ് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത മാസ് പെർ kg. ഓക്കെ, പ്രോട്ടോണോ 1.672 into 10⁻⁻27, ന്യൂട്രോൺ 1.675 into 10⁻⁻27. ഈ ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും മാസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, ഏകദേശം അടുത്താണ്, നിയർ ബൈ മാസ് ആണ് ഈ പ്രോട്ടോണിനും ന്യൂട്രോണിനും ഉള്ളത്. എന്നാൽ ഇലക്ട്രോണിന്റെ മാസോ? ഇലക്ട്രോണിന്റെ മാസ് 9.109 into 10⁻31. ഈ പ്രോട്ടോണിനെ ന്യൂട്രോണിനെ അപേക്ഷിച്ച് ഇലക്ട്രോണിന്റെ മാസ് വളരെ കുറവാണ്. അടുത്തത് റിലേറ്റീവ് മാസ്. ഓക്കെ, പ്രോട്ടോണിന്റെ റിലേറ്റീവ് മാസ് എന്ന് പറയുന്നത് എന്താണ്? 1U. 1U എന്ന് പറയുന്നത് യൂണിഫൈഡ് മാസ്. ഓക്കെ, ഇപ്പൊ പ്രോട്ടോൺ 1U ആണ്, ന്യൂട്രോണും 1U ആണ്, ഇലക്ട്രോൺ 1/1836, അതായത് ഏകദേശം 0.005. ഓക്കെ, ഇതാണ് റിലേറ്റീവ് മാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ്, പ്രോട്ടോണിന്റെ മാസ് എന്താണ്? മാസ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതുപോലെ തന്നെ ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? ഓൾമോസ്റ്റ് ഈക്വൽ ടു ഹൈഡ്രജൻ ആറ്റം ആണ്. എന്നാൽ ഇലക്ട്രോണിന്റെ മാസോ അത് വളരെ കുറവാണ്, മാസ് ഇസ് വെരി ലെസ്. ഇത്രയും നമ്മൾ ജസ്റ്റ് ഈ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇതിനെ പറ്റി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. ഇതിന് നമുക്ക് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്നും പറയാറുണ്ട്. റൂദർഫോർഡ് ബോംബാർഡഡ് വെരി തിൻ ഗോൾഡ് ഫോയിൽ വിത്ത് ആൽഫ പാർട്ടിക്കിൾ ബൈ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അതായത് ഇവിടെ റൂദർഫോർഡ് എന്താണ് ചെയ്തത്? ഒരു തിൻ ഗോൾഡ് ഫോയിലിലേക്ക് ആൽഫ പാർട്ടിക്കിളിനെ ബോംബാർഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ എക്സ്പെരിമെന്റിൽ നടത്തുന്നത്. അപ്പൊ ഈ എക്സ്പെരിമെന്റ് സെറ്റപ്പ് എന്താണെന്ന് നോക്കാം. ഇതാണ് റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ നമ്മളൊരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് ആൽഫ പാർട്ടിക്കിളുടെ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളൊരു ലെഡ് പ്ലേറ്റിലൂടെ അല്ലെങ്കിൽ ഒരു സ്ലിറ്റിലൂടെ കടത്തിവിടുകയാണ്. എന്തിനാണ് നമ്മൾ ഇവിടെ ഒരു ലെഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ഈ സ്ലിറ്റ് യൂസ് ചെയ്യുന്നത്? ഈ ആൽഫ പാർട്ടിക്കിൾ പാരലൽ ആയിട്ട് തന്നെ ഗോൾഡ് ഫോയിലിലേക്ക് പതിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ആൽഫ പാർട്ടിക്കിൾ എങ്ങോട്ട് പതിക്കുന്നു? ഈ ഗോൾഡ് ഫോയിലിലേക്ക് പതിക്കുന്നു. ഈ ഗോൾഡ് ഫോയിലിന് ചുറ്റും എന്തുണ്ട്? ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ഉണ്ട്. അപ്പം എപ്പോഴൊക്കെ ഈ ആൽഫ പാർട്ടിക്കിൾ ഈ സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്യുന്നോ അപ്പോൾ എന്തുണ്ടാവും? ഇവിടെ ഒരു ടൈനി ഫ്ലാഷ് ലൈറ്റ് ഉണ്ടാകും. ഈ ടൈനി ഫ്ലാഷ് ലൈറ്റ് ഒബ്സർവ് ചെയ്തിട്ടാണ് റൂദർഫോർഡ് അദ്ദേഹത്തിന്റെ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്.
നമുക്കിനി എക്സ്പെരിമെന്റ് നോക്കാം. എ സ്ട്രീം ഓഫ് ഹൈ എനർജി ആൽഫ പാർട്ടിക്കിൾസ് ഫ്രം എ റേഡിയോ ആക്റ്റീവ് സോഴ്സ് വാസ് ഡയറക്റ്റഡ് അറ്റ് എ തിൻ ഫോയിൽ ഓഫ് ഗോൾഡ് മെറ്റൽ. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഇവിടുന്ന് ആൽഫ പാർട്ടിക്കിളുടെ ഒരു സ്ട്രീം എങ്ങോട്ടേക്ക് ബൊമ്പാർഡ് ചെയ്യിക്കുവാണ്, ഈ ഗോൾഡ് ഫോയിലിലേക്ക് ബൊമ്പാർഡ് ചെയ്യിക്കുവാണ്. ഈ ഗോൾഡ് ഫോയിൽ എന്ന് പറഞ്ഞാൽ വളരെ തിന്നാണ്. അതിന്റെ തിക്നെസ് എത്രയാണ്? 100 നാനോമീറ്ററിന്റെ അത്രയേ ഉള്ളൂ. അത്രയും വളരെ തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിലിലേക്കാണ് ഈ ആൽഫ പാർട്ടിക്കിൾ ബൊമ്പാർഡ് ചെയ്യിക്കുന്നത്. നെക്സ്റ്റ്, ഗോൾഡ് ഫോയിൽ ഹാഡ് എ സർക്കുലർ ഫ്ലൂറസെന്റ് സിങ്ക് സൾഫൈഡ് സ്ക്രീൻ അറൌണ്ട് ഇറ്റ്. ഓക്കെ, അതായത് ഈ ഗോൾഡ് ഫോയിലിന് ചുറ്റും എന്തുണ്ട്? ഒരു സർക്കുലർ ഷേപ്പിൽ ഒരു ഫ്ലൂറസെന്റ് സിങ്ക് സൾഫൈഡ് സ്ക്രീൻ, അതായത് ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, വെനെവർ ആൽഫ പാർട്ടിക്കിൾ സ്ട്രക്ക് ദ സ്ക്രീൻ എ ടൈനി ഫ്ലാഷ് ലൈറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് എപ്പോഴൊക്കെ ഈ ഗോൾഡ് ഫോയിലിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾ ഈ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ പതിക്കുന്നുവോ അപ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു ടൈനി ഫ്ലാഷ് ലൈറ്റ് ഉണ്ടാകും. ഇത്രയാണ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. നമുക്കിനി ഈ ഒരു എക്സ്പെരിമെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തു എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ടു ദ ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. അതായത് കൂടുതൽ ആൽഫ പാർട്ടിക്കിൾസും ഗോൾഡ് ഫോയിലിലൂടെ ഒരു ഡിഫ്ലക്ഷൻ ഒന്നുമില്ലാണ്ട് നേരെ എന്താണ് കടന്നുപോയി. നെക്സ്റ്റ് വൺ, എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് വാസ് ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾസ്. നമുക്കിവിടെ കാണാം കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? ചെറിയൊരു ഡിഫ്ലക്ഷൻ അവർക്ക് സംഭവിച്ചു. ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് നേർരേഖയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. മൂന്നാമത്തത്, എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ്ഡ് ബാക്ക്, ദാറ്റ് ഈസ് ഡിഫ്ലക്റ്റഡ് നിയർലി 180 ഡിഗ്രി. അതായത് വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? ബൗൺസ് ബാക്ക് ചെയ്തു. അതായത് 180 ഡിഗ്രിയിൽ തിരിച്ച് എന്ത് ചെയ്തു? ബൗൺസ് ബാക്ക് ചെയ്തു, അല്ലെങ്കിൽ തിരിച്ച് ഡിഫ്ലക്റ്റ് ആയി. അതായത് നമുക്ക് ഈ പിക്ചർ, ഈ ഒരു സ്കീമാറ്റിക് ഡയഗ്രാമിൽ കാണാം. ഇതെന്താണ്? ഇതൊരു ഗോൾഡ് ആറ്റാണ്. ഇത് അതിന്റെ ന്യൂക്ലിയസ് ആണ്. അപ്പം എന്ത് സംഭവിച്ചു? കുറേ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? ഈ ഗോൾഡ് ആറ്റത്തിലൂടെ അല്ലെങ്കിൽ ഗോൾഡ് ഫോയിലിലൂടെ ഒരു ഡിഫ്ലക്ഷനും ഒന്നുമില്ലാണ്ട് നേരെ കടന്നുപോയി. പക്ഷെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ ഈ ന്യൂക്ലിയസിന്റെ അടുത്ത് എത്തിയ ചെറിയ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? അവർക്ക് കുറച്ച് ഒരു ഡിഫ്ലക്ഷൻ സംഭവിച്ചു. ഈ ന്യൂക്ലിയസിലൂടെ കടന്നുപോയ ആൽഫ പാർട്ടിക്കിൾസോ, ന്യൂക്ലിയസിലേക്ക് വന്ന ആൽഫ പാർട്ടിക്കിൾസ്, അതായത് ഗോൾഡ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിലേക്ക് വന്ന പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? അവർക്ക് ഒരു സ്ട്രോങ് ഡിഫ്ലക്ഷൻ സംഭവിച്ചു. ഒരു 180 ഡിഗ്രിയിൽ അത് ബൗൺസ് ബാക്ക് ചെയ്തു. ഇത്രയുമാണ് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ ലഭിച്ച ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒബ്സർവേഷൻസിൽ നിന്ന് ഏതൊക്കെ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റി? നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് സംഭവിച്ചു? ഒരു ഡിഫ്ലക്ഷൻ ഒന്നും സംഭവിക്കാണ്ട് കടന്നുപോയി ഗോൾഡ് ഫോയിലിലൂടെ. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കൺക്ലൂഷൻ ആണ്, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദ ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിൽ കൂടുതൽ സ്ഥലവും എംപ്റ്റി ആണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് വൺ, എ സ്മോൾ പോസിറ്റീവ് ചാർജ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ സെന്റർ. സെന്ററിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചാർജ് ഉണ്ട്. അതിനെ എന്ത് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ്, സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു ദ ടോട്ടൽ സൈസ് ഓഫ് ദ ആറ്റം. അതായത് ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണെന്ന് മനസ്സിലായി. കാരണം എന്താ? വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസിന് മാത്രമേ ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണെന്ന് മനസ്സിലായി. കമ്പയർഡ് ടു ദ ടോട്ടൽ സൈസ് ഓഫ് ആറ്റം. ആറ്റത്തിന്റെ മൊത്തം സൈസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇത് മൂന്നുമാണ് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ എത്തിച്ചേർന്ന കൺക്ലൂഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ സിലബസിലുള്ളത് ആറ്റം മോഡൽസിനെ പറ്റിയാണ്. നേരത്തെ നമ്മൾ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് പ്രധാനമായിട്ട് 3 ആറ്റം മോഡലാണ് പഠിക്കാനുള്ളത്. റുദർഫോർഡ് മോഡൽ, ബോർസ് മോഡൽ, ഇലക്ട്രോൺ ഷെൽ മോഡൽ. നമുക്ക് ഫസ്റ്റ് റുദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്താണെന്ന് നോക്കാം. റുദർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ഈ റുദർഫോർഡിന്റെ മോഡലിൽ എന്താണ് പറയുന്നത്? അദ്ദേഹം പ്ലാനറ്ററി മോഡലാണ് പ്രപ്പോസ് ചെയ്തത്. അതായത് പാർട്സ് ഓഫ് ആൻ ആറ്റം ആർ അറേഞ്ച്ഡ് അസ് ഇൻ ദ സോളാർ സിസ്റ്റം. അതായത് സോളാർ സിസ്റ്റത്തിൽ എന്താണ്? സോളാർ സിസ്റ്റത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ എന്ന് പറയുന്നത് സൂര്യനാണ്, സണ്ണാണ്. അതിനു ചുറ്റും പ്ലാനറ്റ്സ് ഇങ്ങനെ റിവോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ റുദർഫോർഡ് പ്രപ്പോസ് ചെയ്ത മോഡലും പാർട്സ് ഓഫ് ആൻ ആറ്റം ആർ അറേഞ്ച്ഡ് അസ് ഇൻ ദ സോളാർ സിസ്റ്റം. ഇവിടെയും എന്താണ്? നമുക്ക് സോളാർ സിസ്റ്റത്തിൽ സൺ സെന്റർ ആയിട്ടുണ്ട്. അതുപോലെ ഈ മോഡലിൽ ആറ്റത്തിന്റെ സെന്റർ ആയിട്ട് എന്താണുള്ളത്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയ ന്യൂക്ലിയസ് ആണ് ആറ്റത്തിന്റെ സെന്റർ ആയിട്ടുള്ളത്. അതായത് ആറ്റം ഹാസ് എ സെന്റർ കോൾഡ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ്ലി ചാർജ് ആണ്. ആൻഡ് വോൾ മാസ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ്. അതായത് ഒരു ആറ്റത്തിന്റെ മാസ് മൊത്തം എങ്ങോട്ടേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ന്യൂക്ലിയസിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്.
Next, nucleus is surrounded by electrons that move around the nucleus with a very high speed. അതായത് നമുക്കറിയാം ആറ്റത്തിന്റെ സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്താണുള്ളത്? ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് വളരെ വേഗത്തിൽ ഈ ന്യൂക്ലിയസിന് ചുറ്റും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് റുദർഫോർഡിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ വളരെ വേഗത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. നെക്സ്റ്റ്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതായത് ഈ ന്യൂക്ലിയസും ഈ ഇലക്ട്രോണും തമ്മിൽ എന്തുണ്ട്? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അതാണ് ഈ റുദർഫോർഡിന്റെ മോഡലിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ റുദർഫോർഡിന്റെ ആറ്റോമിക് മോഡലിന്റെ ഡ്രോബാക്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ്, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. അതായത് ഒരു ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചില്ല? ഈ റുദർഫോർഡിന്റെ ആറ്റോമിക് മോഡലിന് സാധിച്ചില്ല. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാം മാക്സ്വെല്ലിന്റെ തിയറി അനുസരിച്ചിട്ട് ആക്സിലറേറ്റഡ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്യുമ്പോൾ അതിന് എന്ത് സംഭവിക്കും? അത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യും, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഈ കുറേ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്ത് ഇലക്ട്രോൺസിന്റെ ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ എനർജിക്ക് എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസിന്റെ എനർജി കുറയും. അങ്ങനെ ഇലക്ട്രോൺസിന്റെ എനർജി കുറഞ്ഞ് ഇത് എന്ത് ചെയ്യും? ഇത് ന്യൂക്ലിയസിലേക്ക് കൊളാപ്സ് ചെയ്യും. പക്ഷെ ആക്ച്വലി എന്ത് സംഭവിക്കുന്നില്ല? അങ്ങനെ കൊളാപ്സ് ചെയ്യുന്നില്ല. ന്യൂക്ലിയസ് സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ ആറ്റം സ്റ്റേബിൾ ആണ്. പക്ഷെ റുദർഫോർഡിന് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല? ഈ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഈ റുദർഫോർഡിന്റെ മോഡൽ അനുസരിച്ചാണെങ്കിൽ എന്താണ്? ഇലക്ട്രോൺസ് ഷുഡ് ഈവൻച്വലി കൊളാപ്സ് ഇൻ ടു ദ ന്യൂക്ലിയസ് as they lost their energy while revolving within the field of attraction of the nucleus. അല്ലെ, റുദർഫോർഡിന്റെ മോഡൽ അനുസരിച്ച് എന്ത് സംഭവിക്കണം? അങ്ങനെ ഇലക്ട്രോൺ എനർജിയൊക്കെ ലൂസ് ചെയ്ത് എനർജിയൊക്കെ കുറഞ്ഞ് അത് കൊളാപ്സ് ചെയ്യണം. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പം എന്താണ് അതിനർത്ഥം? ആറ്റം സ്റ്റേബിൾ ആണെന്ന്. പക്ഷെ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? റുദർഫോർഡിന്റെ മോഡലിന് പറ്റിയില്ല. അതാണ് ഇപ്പൊ ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ആണ്, ഇറ്റ് ഡിഡ്ന്റ് സേ എനിത്തിങ് അബൌട്ട് ദ അറേഞ്ച്മെന്റ് ഓഫ് എൻ ആറ്റം. ആറ്റത്തിന്റെ അറേഞ്ച്മെന്റ്, ഇലക്ട്രോൺസ് ഒക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചിട്ടില്ല? റുദർഫോർഡിന്റെ മോഡലിന് സാധിച്ചിട്ടില്ല. അപ്പൊ ഇത്രയുമാണ് നമുക്ക് റുദർഫോർഡ് മോഡലിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ബോർ മോഡൽ ഓഫ് ആറ്റം എന്താണെന്ന് നോക്കാം. ബോർസ് മോഡൽ ഓഫ് ആറ്റം. ഈ ബോർ മോഡൽ ഓഫ് ആറ്റം പ്രപ്പോസ് ചെയ്തത് ആരാ? നീൽ ബോർ 1915 ഈ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് വിത്ത് ദ മോഡിഫിക്കേഷൻ ഓഫ് റുദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം. അപ്പം എന്താണ് ഇവിടെ ചെയ്തത്? റുദർഫോർഡിന്റെ ആറ്റോമിക് മോഡലിനെ ഒന്ന് മോഡിഫൈ ചെയ്യാണ് ബോർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം റുദർഫോർഡിന്റെ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? ആറ്റത്തിന് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയ സെന്റർ ഉണ്ട്, അതായത് ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയ ഇലക്ട്രോൺസ് സറൗണ്ടിങ് ആണ്. ഇതാണ് ആര് പറയുന്നത്? റുദർഫോർഡ് പറയുന്നത്. എന്നാൽ ബോറിന്റെ അഭിപ്രായത്തിൽ ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഫിക്സ്ഡ് ഓർബിറ്റലിലൂടെ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് പാത്തിലൂടെയാണ് ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഈ ഓരോ ഓർബിറ്റ് അല്ലെങ്കിൽ ഓരോ ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള പാത്തിനും ഓരോ എനർജി ലെവൽ ഉണ്ട്, സ്പെസിഫിക് എനർജി ലെവൽ ഉണ്ട്. അതാണ് ബോർ പറയുന്നത്. അപ്പൊ എന്താണ് ബോർസ് മോഡൽ? കൺസിസ്റ്റ് എ ന്യൂക്ലിയസ് സറൗണ്ടഡ് ബൈ നെഗറ്റീവ് ഇലക്ട്രോൺസ് മൂവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഓർബിറ്റ്സ്. ഇലക്ട്രോൺസ് ലൊക്കേറ്റഡ് away from the nucleus has more energy and electrons close to the nucleus have less energy. അതായത് എന്താണ്? ഇതിപ്പോൾ ഒരു ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിന് അടുത്തുള്ള ഇലക്ട്രോൺസിന് എനർജി കുറവാണ്. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഇലക്ട്രോൺസിന്റെ എനർജി കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ബോർ മോഡലിന്റെ മെയിൻ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ആണ്, ഇൻ ആൻ ആറ്റം ഇലക്ട്രോൺസ്, അതായത് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് revolved around the positively charged nucleus in a definite circular path. അതായത് ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഒരു ഡെഫിനിറ്റ് സർക്കുലർ പാത്തിലാണ്, ഒരു നിശ്ചിത സർക്കുലർ പാത്തിലാണ് റിവോൾവ് ചെയ്യുന്നത്. ഈ ഡെഫിനിറ്റ് സർക്കുലർ പാത്തിനെയാണ് എന്ത് പറയുന്നത്? ഓർബിറ്റ്സ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്താണ്? ഈച്ച് ഓർബിറ്റ് ഓർ ഷെൽ ഹാസ് ഫിക്സ്ഡ് എനർജി. അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ ഡെഫിനിറ്റ്
സർക്കുലർ പാത്തിൽ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ഓർബിറ്റിലൂടെയാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. ഈ ഓരോ ഡെഫിനിറ്റ് സർക്കുലർ പാത്ത് അല്ലെങ്കിൽ ഓരോ ഓർബിറ്റിനും ഫിക്സ്ഡ് ആയിട്ടുള്ള എനർജി ഉണ്ട്. ഈ ഓർബിറ്റിന്റെ എനർജി ആയിരിക്കത്തില്ല ഈ ഓർബിറ്റിനുള്ളത്, ഇതിന്റെ എനർജി ആയിരിക്കത്തില്ല ഇതിനുള്ളത്. അതായത് ഓരോ ഓർബിറ്റിനും ഡെഫിനിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട്. അടുത്തത് എനർജി ലെവൽസ് ആർ റെപ്രസെൻറ്റഡ് ബൈ അൻ ഇൻറ്റിജർ നോൺ ആസ് ക്വാണ്ടം നമ്പർ. അതായത് നമ്മൾ പറഞ്ഞു ഓരോ ഓർബിറ്റ് അല്ലെങ്കിൽ ഓരോ എനർജി ലെവൽ ഉണ്ട് ന്യൂക്ലിയസിന് ചുറ്റും. ഈ ഓരോ എനർജി ലെവലിനെയും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആയിട്ടാണ്. അതായത് ഇത് 1, ഇത് 2, 3, 4 അങ്ങനെ ഓരോ ഇൻറ്റിജർ വാല്യൂ ആയിട്ടാണ് ഈ എനർജി ലെവൽസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഇൻറ്റിജേഴ്സിനെ, അതായത് ഈ ഓരോ എനർജി ലെവൽസും റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഇൻറ്റിജേഴ്സിനെയാണ് നമ്മൾ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദ ഓർബിറ്റ്സ് n = 1, 2, 3 etc. ആർ അസൈൻഡ് as KLMN. അതായത് നമ്മൾ പറഞ്ഞു ഈ 1, 2, 3 ഇതൊക്കെ എന്താണ്, ഇത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് അല്ലേ. ഈ ക്വാണ്ടം നമ്പേഴ്സിനനുസരിച്ച് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഓരോ ക്വാണ്ടം നമ്പേഴ്സിന്റെ ഷെല്ലിനും നമ്മൾ ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വാണ്ടം നമ്പർ 1 ഷെല്ലിന്റെ പേരെന്താണ്, K ഷെൽ എന്നാണ്. 2 L, 3 M, 4 N എന്നിങ്ങനെ നമ്മൾ എന്താണ് ഓരോ ഷെല്ലിനും അല്ലെങ്കിൽ ഓരോ ഓർബിറ്റിനും ഓരോ ഷെൽ നമ്പർ അല്ലെങ്കിൽ ഷെൽ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ന്യൂക്ലിയസ് ആണെന്ന് നമുക്കറിയാം. ഈ ന്യൂക്ലിയസിന് അടുത്തുള്ള ഷെല്ല് അതിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. അതായത് ന്യൂക്ലിയസും ഈ ഷെല്ലുമായിട്ട് അല്ലെങ്കിൽ ന്യൂക്ലിയസും ഈ ഷെൽസിലെ ഇലക്ട്രോൺസുമായിട്ട് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ പറയുന്നത്. അപ്പം ഈ ന്യൂക്ലിയസിന് അടുത്ത് എന്തായിരിക്കും, ഈ ഷെൽസിനൊക്കെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഈ ഷെൽസിന്റെ എനർജി, ന്യൂക്ലിയസുമായിട്ട് അടുത്തുള്ള ഷെൽസിന്റെ എനർജി എന്ന് പറയുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും എനർജി കുറഞ്ഞ ഷെൽ ഏതാണ്, ഫസ്റ്റ് ഷെൽ അല്ലേ. ന്യൂക്ലിയസുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് n = 1 എന്ന് പറയുന്നത് K ഷെൽ. അപ്പൊ K ഷെൽ ആയിരിക്കും ഗ്രൗണ്ട് സ്റ്റേറ്റ്. അതിനെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയും. ഏറ്റവും എനർജി കുറഞ്ഞ സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയും. ഏറ്റവും ലോവസ്റ്റ് എനർജി ആർക്കായിരിക്കും, ഈ n = 1 K ഷെല്ലിനായിരിക്കും ഏറ്റവും എനർജി കുറവ്. ഈ ന്യൂക്ലിയസ് നിന്ന് അകന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറയും. അതായത് ന്യൂക്ലിയസുമായിട്ടുള്ള ഒരു ബന്ധം കുറയും. അപ്പം ആ അകലെയുള്ള ഷെൽസിന് അല്ലെങ്കിൽ അകലെയുള്ള ഷെൽസിന്റെ ഇലക്ട്രോൺസിൽ എന്തായിരിക്കും, എനർജി കൂടുതലായിരിക്കും അല്ലേ. അപ്പം ഓർത്തിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ന്യൂക്ലിയസിനോട് അടുത്ത ഷെൽസിന് എനർജി കുറവായിരിക്കും, ന്യൂക്ലിയസ് നിന്ന് അകന്നു പോകുമ്പോൾ എനർജി കൂടി വരും. നെക്സ്റ്റ് പോയിന്റ് ഏതാണെന്ന് നോക്കാം. When an electron jumps from one orbit to another, energy is either absorbed or released in the form of photons of energy. ഓക്കെ, അതായത് നമുക്കറിയാം ഇവിടെ കുറേ ഓർബിറ്റ്സ് ഉണ്ട്. ഒരു ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺസിന് പോകണമെങ്കിൽ ഒന്നെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യണം അല്ലെങ്കിൽ എനർജി റിലീസ് ചെയ്യണം. ഈ ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം, എനർജി അബ്സോർബ് ചെയ്യണം. ഈ ഹയർ സ്റ്റേറ്റിൽ നിന്ന് ലോവസ്റ്റ് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴോ എനർജി റിലീസ് ചെയ്യണം. ഈ എനർജി ഫോട്ടോൺസ് ഓഫ് എനർജി അല്ലെങ്കിൽ ഒരു പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത്. ആ എനർജിയാണ് എന്ത് = hν എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം n = 1. ഈ n = 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് n = 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകണം. അപ്പം ഈ n = 1 എന്ന് പറഞ്ഞ ലോവർ സ്റ്റേറ്റ് ആണ്, എനർജി കുറവാണ്. ആ എനർജി കുറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് എനർജി കൂടിയ ഈ സെക്കൻഡ് സ്റ്റേറ്റ് n = 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകണം. അപ്പോൾ എന്ത് ചെയ്യണം, എനർജി അബ്സോർബ് ചെയ്യണം അല്ലേ. ഈ n = 1 n = 2ലേക്ക് പോകുന്ന എനർജീനെക്കാളും കൂടുതലായിരിക്കും എന്ത്, n = 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് n = 3 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകുന്നത് അല്ലേ. അപ്പം ഓരോ സ്റ്റേറ്റിലേക്ക് പോകുന്ന എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് n = 2 എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റിൽ നിന്ന് n = 1 എന്ന് പറഞ്ഞ ഈ ഒരു ലെവലിൽ, ഈ ഒരു ഓർബിറ്റിലേക്ക് ഇലക്ട്രോണിന് വരണം. അപ്പോൾ എന്ത് ചെയ്യണം, n = 2 എന്ന് പറഞ്ഞ ഹയസ്റ്റ് എനർജിയാണ് n = 1നെ അപേക്ഷിച്ച്. അപ്പോൾ എനർജി കുറച്ച് റിലീസ് ചെയ്തിട്ട് വേണം n = 1ലേക്ക് വരാൻ. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫോമിൽ എനർജി കുറച്ച് റിലീസ് ചെയ്യും അല്ലെങ്കിൽ എമിറ്റ് ചെയ്യും. അതിനുശേഷമാണ് ഈ n = 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് വരുന്നത് അല്ലേ. എക്സ്ട്രാ എനർജി റിലീസ് ചെയ്തിട്ട് n = 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് വരും. അതാണ് പറയുന്നത്, ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺസിന് പോകണമെങ്കിൽ ഒന്നെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യണം അല്ലെങ്കിൽ എനർജി റിലീസ് ചെയ്യണം. ഈ E = hν എന്ന് പറഞ്ഞത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, അക്കോർഡിംഗ് ടു പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ഓക്കെ, Planck suggested that atoms and molecules could emit or absorb energy in discrete unit
ആർ നോട്ട് ഇൻ കണ്ടിന്യൂസ് മാനർ. ഈ ഒരു ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഈ എനർജി റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന ആ ഒരു ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ പാക്കറ്റ് ഓഫ് എനർജി അല്ലെങ്കിൽ ക്വാണ്ടം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഈ =H ഈ H എന്ന് പറയുന്നത് എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചു വെക്കണം. 6.626 × 10⁻34 J/s. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ന്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? E/h. ഈ ഒരു ഫ്രീക്വൻസി ന്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രീക്വൻസിനെയാണ് നമ്മൾ ബോർസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇത് പഠിച്ചു വെക്കുക, കാരണം ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ്. ബോർ ഫ്രീക്വൻസി എന്താണ്? ന്യൂ E/h. h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. E എന്ന് പറയുന്നത് എനർജി. ഓക്കെ, ന്യൂ എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി. ഓക്കെ, ഇനി നമുക്ക് ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഏതാണ്? ഫെയിൽ ടു എക്സ്പ്ലെയിൻ സീമൻ എഫക്റ്റ് ആൻഡ് സ്റ്റാർക്ക് എഫക്റ്റ്. ഈ സീമൻ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ പിന്നെ എന്താണ് സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സീമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറയുന്നതോ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ്. അപ്പം ഇതാണ് ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒക്കെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻ സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചിട്ടില്ല? ഈ ബോർ മോഡലിന് സാധിച്ചിട്ടില്ല. സെക്കൻഡ് വൺ ആണ് ഇറ്റ് വയലേറ്റ്സ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. മൂന്നാമത്തത് ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്ര ഒബ്റ്റെയിൻ ഫ്രം ലാർജ് ആറ്റംസ്. അപ്പോൾ ഇത്രയുമാണ്, ഇത് മൂന്നുമാണ് നമുക്ക് ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഒരു 85% സെക്കൻഡ് യൂണിറ്റിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് പാർട്ട് 2 നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രോൺ ഷെൽ മോഡൽ, സ്റ്റെബിലിറ്റി ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത്രയും ടോപ്പിക്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയൊരു വീഡിയോ വരുന്നത് വരേക്കും ബൈ ബൈ.